ഇന്നലെ നമ്മുടെ പറമ്പില് മരത്തിന് കൊപ്പടിയായിരുന്നു കേട്ടോ. ഇന്ന് ആ ചേട്ടന് വരാൻ പറ്റാത്ത എന്തോ സിറ്റുവേഷനാന്ന് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നേ. ഇന്നാണെങ്കിൽ മഴയൊന്നും ഇല്ലായിരുന്നേ, നല്ല കാലാവസ്ഥയായിരുന്നു. എന്നാ ചെടിക്ക് വളം കലക്കി ഒഴിക്കാന്നും പറഞ്ഞ് കെട്ടിയവും പറമ്പിലോട്ട് ഇറങ്ങിയേ. ഇതേപോലെ മോട്ടർ ഉപയോഗിച്ച് ഓസിനാണ് കേട്ടോ നമ്മൾ വളം ഒഴിക്കുന്നത്. ഈ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും അതേപോലെ ഈ ഓസ് വലിച്ചു കൊടുക്കാനും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സഹായങ്ങളായിട്ട് ഞാനും കൂടെ കൂടിയായിരുന്നേ. ഈ സ്ഥാനത്തേലിരുന്ന് വണ്ടി ഓടിച്ച് കളിച്ചവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? നമ്മൾ കഴിഞ്ഞിട്ടുള്ള ജനറേഷനില് ചിലപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാൻ സാധ്യതയില്ല അല്ലേ. പണ്ടത്തെ ആൾക്കാരെ ഈ പാളയില് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പറമ്പിലെ പണി കഴിഞ്ഞ് കയറി വന്നപ്പോഴേ എവിടെന്നോ ഒരു ചക്കപ്പഴത്തിന് മണം വന്നിട്ട് നോക്കിയതാണ്. നമ്മുടെ അടുക്കളയുടെ പുറകിൽ നിൽക്കുന്ന വരിക്കപ്ലാവ് തന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്ത് ഈ പ്രാവശ്യം ഏറ്റവും വൈകിയാണ് കേട്ടോ ചക്ക ഉണ്ടായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വൈകിയുമാണ് ചക്ക തീരുന്നതും. മിക്ക സ്ഥലങ്ങളിൽ ചക്ക സീസണൊക്കെ കഴിഞ്ഞല്ലേ. നമ്മുടെ ഇവിടെ കുറച്ച് ദിവസത്തേക്കും കൂടെ ചക്ക കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴ സമയത്തായിരുന്നെങ്കിലേ പഴുത്ത് കിടന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. എല്ലാം പഴുത്ത് ചീഞ്ഞ് പോവാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് വെയിലുള്ളത് കൊണ്ട് ചക്കപ്പഴം കിട്ടിയാലും കളയാറൊന്നുമില്ല കേട്ടോ. ചക്കയുടെയും ചക്കപ്പഴത്തിന്റെയും ചക്കക്കുരുവിന്റെയും ഒക്കെ വില അറിയണമെങ്കിലേ വിദേശത്തോട്ടൊക്കെ പോയവരോടും അതേപോലെ തമിഴ്നാട്ടിലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരോടും ചോദിച്ചാൽ കറക്റ്റ് അറിയാൻ പറ്റും. അവിടെയൊക്കെ ഒരു 3-4 ചക്കച്ചുളയ്ക്ക് 15-30 രൂപയൊക്കെ കൊടുത്ത് അവർ മേടിച്ച് കഴിക്കുന്നത്. നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇട്ട് തട്ടി കളിക്കുക അല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ ചക്കയുടെ സീസൺ ആയാൽ തന്നെ സീസൺ തീരുന്നവരെ ചക്കപ്പുഴുക്കും പഴുത്ത് കഴിഞ്ഞ ഇലയുടെയും ഒക്കെ ആയിരുന്നല്ലേ. വല്ലിച്ചമാരും വല്യമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ 2 ദിവസം എല്ലാവരും കഴിക്കും, 3-ാമത്തെ ദിവസം നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും. എന്തായാലും ഈ ചക്കപ്പഴത്തിന് കേടുമില്ലായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു.